Once again, welcome back all of you. ബ്രേക്ക് ഇവൺ അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BEP, ബ്രേക്ക് ഇവൺ പോയിൻ്റ്. അതിൽ ആൽജിബ്രായിക് മെത്തേഡ്, അതിലൊരുപാട് രീതികൾ ഇന്നലെ വരെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് രണ്ടാമത്തെ രീതിയായിട്ടുള്ള, അതായത് BEP, ബ്രേക്ക് ഇവൺ പോയിൻ്റ് കണ്ടെത്താനുള്ള രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള ഗ്രാഫിക് മെത്തേഡാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രാഫിക് മെത്തേഡ്, അതായത് ബ്രേക്ക് ഇവൺ ചാർട്ട്. ഒരു ചാർട്ട് വരച്ച് അതിൽ സെയിൽസും അതുപോലെ തന്നെ കോസ്റ്റും എല്ലാം രേഖപ്പെടുത്തി രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പോയിൻ്റ് നമുക്ക് ലഭിക്കും. ആ പോയിൻ്റ് BEP പോയിൻ്റ്, അതായത് ബ്രേക്ക് ഇവൺ പോയിൻ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ആ ഒരു രീതി, ഗ്രാഫ് വരച്ചിട്ട് ബ്രേക്ക് ഇവൺ പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. ചുവടെ ശ്രദ്ധിക്കാം. ബ്രേക്ക് ഇവൺ ചാർട്ട് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ or presentation of break-even analysis. ബ്രേക്ക്-ഇവൺ അനാലിസിസിനെ ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി റെപ്രസെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുക, അതിനെയാണ് എന്ത് പറയുക? ബ്രേക്ക്-ഇവൺ ചാർട്ട് എന്ന് വിളിക്കുക. ചിലപ്പോൾ ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ബ്രേക്ക്-ഇവൺ ചാർട്ട് എന്ന്. അപ്പോൾ നമ്മൾ BEP അഥവാ ബ്രേക്ക്-ഇവൺ പോയിൻറ്റിൻ്റെ ആൻസർ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ബ്രേക്ക്-ഇവൺ ചാർട്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. എന്ത്? ബ്രേക്ക്-ഇവൺ ചാർട്ട് ഈസ് എ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ബ്രേക്ക് ഇവൺ അനാലിസിസ്. ബ്രേക്ക് ഇവൺ അനാലിസിസിനെ ഒരു പിക്ചോറിക്കലി, ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിങ്, ആ ഒരു പ്രവർത്തനമാണ് എന്ത്? ബ്രേക്ക് ഇവൺ ചാർട്ട്. ഓക്കെ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റഡിയിങ് ദ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രേക്ക് ഇവൺ അനാലിസിസിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഇവിടെ സ്റ്റഡി നടത്തുന്നത്? കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് ആണ്. അത് തന്നെയാണ് ഈ ഒരു ചാർട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഇൻഡിക്കേറ്റ് BEP ആൻഡ് ആൾസോ ഷോസ് ദ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഗ്രാഫിൽ നമ്മൾ പ്രൊഡക്ഷനും അതുപോലെ സെയിൽസും രേഖപ്പെടുത്തും XY ആക്സിസിൽ. അപ്പോൾ ഡിഫറെൻറ്റ് ലെവൽസിൽ, ഇപ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നതും അതുപോലെ തന്നെ സെയിൽസ് കൂടുന്നതെല്ലാം നമുക്ക് ഗ്രാഫിൽ കാണിക്കാൻ സാധിക്കും. അതിൽ ഓരോരോ ലെവലിലും എത്രയാണ് അതിൻ്റെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്, അതുപോലെ തന്നെ എത്രയാണ് ലോസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ചുവടെ ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കുക. BEP ഈസ് ദ പോയിൻറ്റ് അറ്റ് വിച്ച് ദി ടോട്ടൽ സെയിൽസ് ലൈൻ കട്ട്സ് ദി ടോട്ടൽ കോസ്റ്റ് ലൈൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു ഗ്രാഫ് വരക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രാഫിൽ രണ്ട് ലൈന് നിർബന്ധമായിട്ട് നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? സെയിൽസും അതുപോലെ തന്നെ കോസ്റ്റ് ലൈനും ഗ്രാഫിൽ നമ്മൾ കാണിക്കും. അതിൽ സെയിൽസ് ലൈനിനെ എവിടെ വെച്ചിട്ടാണോ കോസ്റ്റ് ലൈനിനെ എവിടെ വെച്ചിട്ടാണോ സെയിൽസ് ലൈൻ കട്ട് ചെയ്ത് പോകുന്നത്, ആ ഒരു സ്ഥലമാണ് എന്ത്? BEP. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഉദാഹരണം മാത്രമാണ്, ഇതാണ് BEPയുടെ ഗ്രാഫ് എന്ന് നിങ്ങൾ കരുതരുത്. ഒരു ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വരയ്ക്കാന്നുള്ളൂ. ഇതൊരു കോസ്റ്റ് ലൈൻ ആണെന്ന് കരുതുക. കോസ്റ്റ് സെയിൽസ് നമ്മൾ വരയ്ക്കുന്നത് ഇത് സെയിൽസ് ലൈൻ ആണെന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗവും ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയ, അതാണ് എന്ത്? BEP പോയിൻ്റ്, ബ്രേക്ക് ഇവൺ പോയിൻ്റ്. അതാണ് അവിടെ നൽകിയിട്ടുള്ളത്. BEP ഈസ് ദ പോയിൻ്റ് അറ്റ് വിച്ച് ടോട്ടൽ സെയിൽസ് ലൈൻ കട്ട്സ് ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ. ടോട്ടൽ കോസ്റ്റ് ലൈനെ എവിടെ വെച്ചിട്ടാണോ ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്നത്, ആ ഒരു ഏരിയയാണ് ബ്രേക്ക് ഇവൺ പോയിൻ്റ്. ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട് ബ്രേക്ക് ഇവൺ ചാർട്ടിനെ കുറിച്ച്. അക്കോർഡിംഗ് ടു ഡോക്ടർ വാൻസ്, ബ്രേക്ക് ഇവൺ ചാർട്ട് ഈസ് എ ഗ്രാഫ് ഷോയിങ് ദ അമൗണ്ട്സ് ഓഫ് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെയിൽസ് റവന്യൂ at different volume of operation. It shows at what volume the firm first covers all costs with revenue of break-even. അതായത് നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യം തന്നെ. എന്ത്? ബ്രേക്ക് ഇവൺ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രാഫാണ്. ഇവിടെ ഈ ഗ്രാഫിൽ എന്തൊക്കെയുണ്ട്? ഫിക്സ്ഡ് എമൗണ്ടുകൾ ഉണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സെയിൽസ് റവന്യൂവും കാണിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് വോളിയം ഓഫ് ഓപ്പറേഷൻ. അതായത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ 0 മുതലാണ് തുടങ്ങുമല്ലോ. അപ്പോൾ ഡിഫറെൻറ്റ് വോളിയത്തിലും എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ ലഭിക്കും. ദെൻ
ഇറ്റ് ഷോസ് അറ്റ് വാട്ട് വോളിയം ദ ഫേം ഫസ്റ്റ് കവർ ഓൾ കോസ്റ്റ് വിത്ത് റവന്യൂ ഓഫ് ബ്രേക്ക് ഇവൻ. അതായത് ഈ ഇതിൽ നമുക്ക് ഈ ഒരു ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും എപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഒരു കോസ്റ്റിനെ മറികടന്ന് നമ്മുടെ സെയിൽസ് റവന്യൂ വരുന്നത് എന്ന് കണ്ടെത്താൻ കഴിയും. അത്തരത്തിലൊരു ചാർട്ടിനെയാണ് എന്ത് പറയുക, ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് വിളിക്കുന്നത്. ദെൻ ഇത്തരത്തിൽ ഒരു ബ്രേക്ക് ഇവൻ ചാർട്ടിൻ്റെ ചില അസംഷൻസ് നമ്മൾ പറയേണ്ടതുണ്ട്. ബ്രേക്ക് ഇവൻ ചാർട്ട് ആവണമെങ്കിൽ ചില കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? ഫസ്റ്റ്, കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ദെൻ ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻ ഫിക്സ്ഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ആക്ടിവിറ്റീസ് എത്ര തന്നെ കൂടിയാലും അവിടെയൊക്കെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് തന്നെയായിരിക്കും, ഫിക്സ്ഡ് തന്നെയായിട്ട് നമ്മൾ കാണിക്കണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിൽ ഒരു ഫിക്സ്ഡ് കോസ്റ്റ് നമ്മളിങ്ങനെ വരക്കും. ദെൻ വേരിയബിൾ കോസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ടേക്കും വരക്കും. ദെൻ സെയിൽസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരക്കാം. ഇതൊരു രൂപം വരച്ചു എന്നേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം, കോസ്റ്റും സെയിൽസും ടച്ച് ചെയ്യണം. ഇതിങ്ങനെ പോകുന്ന സമയത്ത് കുറേ അവിടെ എത്തിയിട്ട് ഇത് ടച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ നോട്ട് പുസ്തകത്തിലൊന്നും അത്ര ദൂരം വരക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഇത് അനുസരിച്ച് നമുക്ക് വരച്ചു കൊടുക്കാം. ടച്ച് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിൻ്റ്. ദെൻ വേരിയബിൾ കോസ്റ്റ് ഡയറക്റ്റ്ലി ചാർജ് ഇൻ പ്രൊപ്പോർഷൻ ടു ഔട്ട്പുട്ട്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് ചാർജ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ചാർട്ടിൽ. ദെൻ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം, അല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാവരുത്. ദെൻ നോ ചേഞ്ച് ഇൻ സെയിൽസ് മിക്സ്. സെയിൽസ് മിക്സിൽ മാറ്റങ്ങൾ വരുത്തരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രാഫിൽ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ എൻറ്റയർ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ആർ സോൾഡ്. ഇവിടെ പറയുന്നത് ഈ ഒരു ചാർട്ട് വരക്കുമ്പോൾ നമ്മുടെ ഈ കൺസെപ്റ്റുകൾ, ഈ പറയുന്ന കൺസെപ്റ്റുകളെല്ലാം ശരിയായിരിക്കണം. പ്രൊഡ്യൂസ് ചെയ്തത് മൊത്തം സെയിൽ ചെയ്തിരിക്കണം. അവിടെ സ്റ്റോക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. ദെൻ ലെവൽ ഓഫ് എഫിഷ്യൻസി ആൻഡ് മാനേജ്മെൻറ്റ് പോളിസി ഡു നോട്ട് ചേഞ്ച്. മാനേജ്മെൻറ്റ് പോളിസി അതുപോലെ എഫിഷ്യൻസിയും മാറരുത്. അങ്ങനെ മാറുകയാണെങ്കിൽ നമ്മുടെ ഈ ബ്രേക്ക് ഇവൻ പോയിൻ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത്രയും അസംഷൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ബ്രേക്ക് ഇവൻ ചാർട്ട് ഉപയോഗിച്ചിട്ട് ബ്രേക്ക് ഇവൻ അനാലിസിസിന് സാധ്യമാവുകയുള്ളൂ. പോയിൻറ്റ്സ് 2, 4, 7 പോയിൻറ്റുകളും ഒന്ന് ശ്രദ്ധിക്കുക. ബ്രേക്ക് ഇവൻ അസംഷൻസ് അണ്ടർലൈൻ ബ്രേക്ക് ഇവൻ ചാർട്ട് ചോദിച്ചാൽ ഈ പോയിൻറ്റ്സുകളാണ് എഴുതേണ്ടത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ബ്രേക്ക് ഇവൻ ചാർട്ട്. ബ്രേക്ക് ഇവൻ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ്. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ CVPയും അതുപോലെ ബ്രേക്ക് ഇവൻ ചാർട്ടും എല്ലാം പറഞ്ഞിട്ടുള്ള അതേ പോയിന്റ് തന്നെയാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഷോസ് BEP ആൻഡ് ആൾസോ ദ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് വേരിയിങ് ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഈ ഒരു ഗ്രാഫ് വരക്കുന്നതിലൂടെ നമുക്ക് BEP കണ്ടെത്താൻ കഴിയും, അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റും കണ്ടെത്താനായിട്ട് സാധിക്കും. Then it present the information in an easily understandable manner. ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ ഇൻഫർമേഷൻസ് പ്രസൻറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അത് ശരി തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരാൾക്ക് ഒരു മാത്തമാറ്റിക്കൽ ആൾജിബ്രായിക് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടും ചില ആളുകൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ഏതൊരു വ്യക്തിക്കും ഇതുപോലെ ഒരു ഗ്രാഫ് വരച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പോയിൻ്റാണ് BEP എന്ന് പറഞ്ഞാലും മനസ്സിലാവും. അതാണ് പറഞ്ഞത്. ഇറ്റ് ഷോ പ്രസൻറ്റ് ദി ഇൻഫർമേഷൻ ഇൻ ആൻ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ മാനർ. പിക്ചോറിക്കൽ ആയതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും. ദെൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഷോസ് ദ ഫിഗർ ഓഫ് ഒപ്റ്റിമം ഔട്ട്പുട്ട്. ഒപ്റ്റിമം ഔട്ട്പുട്ടിൻ്റെ ഫിഗർ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് ഇവൻ മാത്രമല്ല, ഒപ്റ്റിമവും കൂടി അതിൽ, മാക്സിമവും ഒപ്റ്റിമവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ആ ഒപ്റ്റിമം ഇവിടെ കാണിക്കുന്നുണ്ടെന്ന് അർത്ഥം. ദെൻ ഇറ്റ് സെർവ്സ് ആസ് ടൂൾ ഓഫ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോളിൻ്റെ ഒരു ടൂളായിട്ട് ഈ ഒരു ചാർട്ട് പ്രവർത്തിക്കും. മറ്റൊന്ന്, ഇറ്റ് ഡിറ്റർമൈൻസ് ബ്രേക്ക് ഇവൻ പോയിൻ്റ് ഡിറ്റർമൈൻ ചെയ്യും. അത് തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചു തന്നത്. ദെൻ ഇറ്റ് ഡിറ്റർമൈൻ പ്രോഫിറ്റ് പാത്ത് ഓഫ് പ്രൊഡക്റ്റ് മിക്സ്. ഓക്കെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ പോയിൻറ്റ്സുകൾ 8 പോയിൻറ്റും അഡ്വാൻറ്റേജസ് ഓഫ് ബ്രേക്ക് ഇവൻ ചാർട്ടാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനേ ഉള്ളൂ, അതൊന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. പക്ഷേ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതിയിരിക്കണം അഡ്വാൻറ്റേജസ് ഓഫ് ബ്രേക്ക് ഇവൻ ചാർട്ട്. കാരണം ഈ ബ്രേക്ക് ഇവൻ ചാർട്ടിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചില സമയത്ത് പ്രോബ്ലം ഇടുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ തിയറി ഭാഗം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ തിയറിയൊക്കെ ചോദിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്, ആരും തള്ളിക്കളയണ്ട. ദെൻ മറ്റൊന്ന് ടൈപ്സ് ഓഫ് ബ്രേക്ക് ഇവൻ ചാർട്ട്.
ബ്രേക്ക് ഈവൻ ചാർട്ടിൻ്റെ പല ടൈപ്സ് ചാർട്ടുകളുണ്ട്. 5 മെയിനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാറുള്ളത്. അതെന്തൊക്കെയെന്ന് നോക്കാം. സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ട്, ദെൻ കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഈവൻ ചാർട്ട്, അനലറ്റിക്കൽ ബ്രേക്ക് ഈവൻ ചാർട്ട്, കൺട്രോൾ ബ്രേക്ക് ഈവൻ ചാർട്ട്, ക്യാഷ് ബ്രേക്ക് ഈവൻ ചാർട്ട്. അപ്പോൾ ഇതെല്ലാം 5 നമുക്ക് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ആദ്യത്തെ ഒന്ന് സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ട് പറയുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് ബ്രേക്ക് ഈവൻ ചാർട്ട് നിർമ്മിക്കുക എന്നുള്ളതൊന്ന് പറയാം. കാരണം ഇവിടെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് ബ്രേക്ക് ഈവൻ ചാർട്ട് ആക്ച്വലി നേരത്തെ ഞാൻ കാണിച്ചു തന്ന രീതിയിൽ ഒരു ഗ്രാഫ് വരക്കാൻ സിമ്പിളാണ്. എന്താണ് ഒരു ചാർട്ട് ഗ്രാഫ് വരക്കാൻ നമുക്ക് ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കുക, എന്നിട്ട് അവിടെ ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ലൈൻ വരക്കുക, ദെൻ വേരിയബിൾ കോസ്റ്റ് വരക്കുക, ടോട്ടൽ കോസ്റ്റ് വേണമെങ്കിൽ വരക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അത് പോട്ടെ. വേരിയബിൾ കോസ്റ്റിൻ്റെ ആവശ്യം നമുക്ക് ചിലതിൽ വരുന്നില്ല, ഓരോന്ന് വ്യത്യാസം ഉണ്ടാവും, നമുക്ക് ചെയ്യാം. അപ്പോൾ പിന്നീട് ഇപ്പോൾ നമ്മൾ വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും എല്ലാം വരച്ചു, ഇനി സെയിൽസും കൂടി വരക്കുക. ഓക്കെ, സെയിൽസ്. ഇത്ര പണിയുള്ളൂ ശരിക്ക് എന്ത് ഒരു ബ്രേക്ക് ഈവൻ ചാർട്ട് വരക്കാൻ. അപ്പോൾ ഈ ഒരു ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ് എന്ത് നമ്മുടെ BEP ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആയിട്ട്. ഇത്രയും ഇത് വരക്കാനുള്ള ബുദ്ധിമുട്ട് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഒരു എക്സാമിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, തിയറി ആയിട്ട് കൺസ്ട്രക്ഷൻ ഓഫ് ബ്രേക്ക് ഈവൻ ചാർട്ട് ചോദിച്ചിട്ട് തിയറി എഴുതാൻ. എങ്ങനെ ബ്രേക്ക് ഈവൻ ചാർട്ട് നിർമ്മിക്കുന്നതിൻ്റെ രീതി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു എക്സാമിന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തിയറി ഇവിടെ നൽകിയിട്ടുള്ളത്, ശ്രദ്ധിക്കുക. കൺസ്ട്രക്ഷൻ ഓഫ് ബ്രേക്ക് ഈവൻ ചാർട്ട്. ദ പ്രൊസീജിയർ ഓഫ് കൺസ്ട്രക്റ്റിംഗ് ബ്രേക്ക് ഈവൻ ചാർട്ട് ഈസ് ആസ് ഫോളോ. ഫസ്റ്റ് വൺ, സെയിൽസ് വോളിയം, അതായത് യൂണിറ്റ് ഓർ പെർസെൻറ്റേജ് ഓഫ് കപ്പാസിറ്റി ഈസ് പ്ലോട്ടഡ് ഓൺ എക്സ് ആക്സിസ്. ഗ്രാഫിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവും. എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് എഴുതുക, സെയിൽസ് വോളിയാണ് എഴുതുക. ദെൻ കോസ്റ്റ് ആൻഡ് റവന്യൂ, അതായത് റുപ്പീസ് ആർ പ്ലോട്ടഡ് ഇൻ വൈ ആക്സിസ്. അതിൻ്റെ പ്രൈസ്, അതായത് കോസ്റ്റ് നമ്മൾ എവിടെ എഴുതുക, വൈ ആക്സിസിലും എഴുതും. ദെൻ മൂന്നാമത്തത്, ഡ്രോ ദ ഫിക്സ്ഡ് കോസ്റ്റ് ലൈൻ പാരലൽ ടു ദ ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസ്, അതായത് എക്സ് ആക്സിസിന് പാരലായിട്ട് സമമായിട്ട് എന്ത് ചെയ്യുക, ഫിക്സ്ഡ് കോസ്റ്റ് ലൈന് വരക്കുക. നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ, ഞാൻ കാണിച്ചല്ലോ ഒരു ഉദാഹരണത്തിൽ, അതിൽ വരച്ചതുപോലെ തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് ലൈൻ വരക്കുക. ദെൻ ഡ്രോ ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ദ പോയിന്റ് ഓൺ ദി വൈ ആക്സിസ് വിച്ച് റെപ്രസെൻറ്റ് ഫിക്സ്ഡ് കോസ്റ്റ്. നമ്മളെന്ത് ചെയ്യുക, കോസ്റ്റ് എവിടെ നിന്ന് വരയ്ക്കുക, വൈ ആക്സിസിൽ നിന്നാണ് വരയ്ക്കുക. അതായത് നമ്മളിവിടെ വരച്ചതുപോലെ വൈ ആക്സിസിൽ നിന്നാണ് കോസ്റ്റ് വരയ്ക്കുക. ഇവിടുന്ന് നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന്, ഫിക്സ്ഡ് കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന്. ഓക്കെ, ദെൻ ഡ്രോ ദ സെയിൽസ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ദ പോയിന്റ് ഓഫ് ഒറിജിൻ. സെയിൽസ് ലൈൻ ഒറിജിൻ എന്നാണ് വരക്കേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ വരച്ചതുപോലെ ഒറിജിൻ, അതായത് ഈ ഒരു മൂലയിൽ നിന്നാണ് സെയിൽസ് ലൈന് വരക്കേണ്ടത്. അത് ഒറിജിനിൽ നിന്നാണ് സെയിൽസ് ലൈന് വരക്കേണ്ടത്. അതാ പറഞ്ഞത്, ഡ്രോ ദ സെയിൽസ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ദി പോയിന്റ് ഓഫ് ഒറിജിൻ, അതായത് 0. Then sixth point, the point at which the total sales line cuts the total cost line is BEP. Total sales line cuts the total cost line is BEP. നേരത്തെ വരച്ച ഉദാഹരണം നോക്കാം, സെയിൽസ് ലൈൻ. ഓക്കെ, ടോട്ടൽ സെയിൽസ് ലൈൻ കട്ട് ദി കോസ്റ്റ് ലൈന്. കണ്ടോ, ഈ സെയിൽസ് ഇങ്ങനെ താഴേന്ന് വന്നിട്ട് ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോവുകയാണ് കോസ്റ്റ് ലൈന്. ഈ ഒരു ഏരിയ ആണ് എന്ത്, BEP, ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, ദ പോയിന്റ് അറ്റ് വിച്ച് ദി ടോട്ടൽ സെയിൽസ് ലൈൻ കട്ട്സ് ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ ഈസ് BEP. ദെൻ ലാസ്റ്റ് വൺ, ദ ഏരിയ ബിറ്റ്വീൻ ടോട്ടൽ കോസ്റ്റ് ലൈൻ ആൻഡ് ടോട്ടൽ സെയിൽസ് ലൈൻ ബിലോ ദ BEP റെപ്രസെൻറ്റ് ലോസ് ആൻഡ് അബോവ് ദ പോയിന്റ് റെപ്രസെൻറ്റ് പ്രോഫിറ്റ്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു ഇതിൽ പ്രോഫിറ്റ് ലഭിച്ചല്ലോ, ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഇപ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഒക്കെ നമ്മൾ വരച്ചു. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റും വരച്ചു. ദെൻ വേരിയബിൾ കോസ്റ്റ് നമ്മൾ വരച്ചു, വേരിയബിൾ കോസ്റ്റ്. ദെൻ സെയിൽസ് വരക്കാണ്, സെയിൽസ് അങ്ങനെ വരച്ചു. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, BEP പോയിന്റ്, BEP കിട്ടി. BEP ഈ ഒരു ഏരിയ കേട്ടോ, ഈ ഒരു പുള്ളിയാണ് BEP. അപ്പോൾ ഇവിടെ ഉള്ളത് BEP സെയിൽസ് ആയിരിക്കും, ഇതിൻ്റെ നേരെ ഇവിടെ ഉള്ളത് BEP പ്രൈസും ആയിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ പറഞ്ഞത് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്, ഈ BEPയുടെ മുകളിലുള്ള ഈ ഒരു ഏരിയ, ഈ കാണുന്ന ഈ ഒരു ഏരിയ എന്താണ്, പ്രോഫിറ്റ്. BEPയുടെ താഴെയുള്ള ഈ ഒരു ഏരിയ എന്താണ്, ലോസും ആയിരിക്കുമെന്നാണ് അവസാനത്തെ
പോയിന്റ് പറഞ്ഞത്. ദ ഏരിയ ബിറ്റ്വീൻ ടോട്ടൽ കോസ്റ്റ് ലൈൻ ആൻഡ് ടോട്ടൽ സെയിൽസ് ലൈൻ ബിലോ ദ BEP റെപ്രസെൻറ്റ് ലോസ് ആൻഡ് അബവ് ദ പോയിന്റ് റെപ്രസെൻറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഒരു ബ്രേക്ക് ഇവൻ ചാർട്ട് തിയറി ആയിട്ട് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാനുള്ളത്. ഈ ഒരു 7 പോയിൻറ്റ്സ് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് എഴുതുക. തിയറി അല്ല, ഇനി പ്രോബ്ലമാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വരയ്ക്കുക. ഇനി ഓരോ രീതികൾ 5 രീതികൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ആ 5 രീതികൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് എഴുതാനായിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം എഴുതൽ നിർബന്ധം തന്നെയാണ്. അതുകൊണ്ട് നോട്ട് എഴുതിയിട്ട് പഠിക്കുക. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയാസാണ്. ബാക്കിയുള്ള ഈ ടൈപ്സുമായിട്ട് നമുക്ക് നാളെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.